നമുക്ക് അലീനയുടെ മനുഷ്യങ്കന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അലീന മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോ സൗദാമിനി മുത്തശ്ശി വെച്ചു, അല്ല മോളെ, താഴെ എന്താ ഒരു ഒച്ചപ്പാടും ബഹളം കേട്ടെ, വൈജയന്തിയുടെ ഒച്ചയൊക്കെ കേട്ടല്ലോ, മോളെ വഴക്ക് പറഞ്ഞാണോന്ന് ചോദിക്കും. അതെ മുത്തശ്ശി എന്ന് പറയണേ, അല്ല എന്താ കാര്യം എന്താ? അല്ല ഇതിലൂടെ ഒരു ലാസറേട്ടം വരില്ലായിരുന്നു ചോദിക്കും. വരും, ഇടയ്ക്കിടയ്ക്ക് ഞാൻ വന്നതിന് ശേഷം ആ ചേട്ടനോട് വരുന്ന കണ്ടു. ഇന്ന് ആ ചേട്ടൻ വന്ന് ഇതേ മാഡത്തിനോട് പണം ചോദിച്ചെന്ന് പറയണം. അത് സ്ഥിരം ലാസർ ചെയ്യുന്ന കാര്യമെന്ന് പറയണം. ആ ചേട്ടനോട് പറഞ്ഞു, ആ ചേട്ടന് കുറെ വസ്തുക്കളൊക്കെ ഉണ്ടായിരുന്നു, ഈ വീടൊക്കെ ഈ സ്ഥലമൊക്കെ അയാളുടെ ആയിരുന്നെന്ന്. അതെ, എല്ലാം അയാളുടെ ആയിരുന്നു, എല്ലാം കുടിച്ചങ്ങനെ വിറ്റ് നശിപ്പിച്ച് കളഞ്ഞ. എന്നിട്ടിപ്പൊ മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടുന്നത് കൊണ്ട് നടക്കുവാന്ന് പറയണം. ആ സമയം അലീന പറഞ്ഞു, അതെ മാഡത്തിനോട് പൈസ വെച്ചിട്ട് മാഡം കൊടുത്തില്ലെന്ന് പറയാം. അത് പിന്നെ അവള് കൊടുക്കുവാന്ന് ചോദിക്കുവാണ്. ആ സമയത്ത് അലീന പറഞ്ഞു, എനിക്ക് സങ്കടം തോന്നിയെന്ന് പറയാ. എന്നിട്ടോ നിന്നോട് പൈസ ചോദിച്ചോന്ന് ചോദിക്കോ? എന്നോട് ചോദിച്ചില്ല, ഒരു 10 രൂപ മാഡത്തിനോട് ചോദിച്ചേ. എന്നോട് ചോദിച്ചൊന്നുമില്ല, പക്ഷെ എനിക്ക് സങ്കടം വന്നു, ഞാൻ കൊണ്ടുപോയി ഒരു 50 രൂപ കൊടുത്തെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് സൗദാമിനി മുത്തശ്ശി പറഞ്ഞു, അതെ കൊടുക്കാനുള്ള ഈ ശീലമൊക്കെ അത് നല്ല കാര്യമാണ് കേട്ടോ, പക്ഷേങ്കില് ഇതൊന്നും വൈജയന്തിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല എന്ന് പറയണം. അതൊന്നും സാരമില്ല മുത്തശ്ശി എന്നൊക്കെ അലീന പറയണം. ആ സമയത്ത് രേവതിക്കുട്ടി അടഞ്ഞു കിടക്കുന്ന ആ മുറിയിലെ മുമ്പിലേക്ക് അങ്ങ് ചെല്ലുവാണ്. പിന്നീട് തുടയ്ക്കാനൊക്കെയുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് മുറി അങ്ങ് തുറക്കുവാണ്. അങ്ങനെ തുറന്ന് അകത്തേക്ക് കയറി അങ്ങ് കയറി കഴിഞ്ഞപ്പോൾ മൊത്തം പൊടിയൊക്കെ പിടിച്ചിരിക്കുവാണ്. ആ മുറി കുറെ കാലമായിട്ട് തുറക്കാതിരിക്കുന്നതെന്ന് മനസ്സിലായി. പിന്നീട് അവിടെയൊക്കെ നോക്കുവാണ്. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ടേബിളിൽ ഒരു ഫോട്ടോ ഇരിക്കുന്നുണ്ട്. നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോയെ ഒന്നും മനസ്സിലായില്ല രേവതിക്കുട്ടിക്ക്. രേവതിക്കുട്ടി അതിങ്ങനെ എടുത്ത് അതിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. നല്ല സുന്ദരി കുട്ടി ഒരാളുടെ ഫോട്ടോയാണ് കാണുന്നത്. ആ സമയത്താണ് ഗ്രേസമ്മ അങ്ങോട്ടേക്ക് വരുന്നത്. ഗ്രേസമ്മ വന്ന് നോക്കുമ്പോൾ മുറി തുറന്നു കിടക്കുന്നു, തന്റെ മോന്റെ മുറി. ആ മുറി തുറക്കാറേ ഇല്ല. പെട്ടെന്ന് ഗ്രേസമ്മ ഇങ്ങനെ ശ്രദ്ധിച്ചു. പതുക്കെ അകത്തേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ രേവതിക്കുട്ടി അതിനകത്ത് നിൽക്കുന്ന കാണുവാണ്. ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഗ്രേസമ്മയ്ക്ക് സഹിച്ചില്ല. ഗ്രേസമ്മ രേവതിക്കുട്ടി ഒറ്റ വിളി വിളിക്കുകയാണ്. പെട്ടെന്ന് രേവതിക്കുട്ടി ഞെട്ടിത്തിരിഞ്ഞു. കയ്യിലിരുന്ന ഫോട്ടോ വരെ താഴെപ്പോയി. എന്താ രേവതിക്കുട്ടി, നിന്നോട് പറഞ്ഞല്ലേ ഈ മുറി തുറക്കരുതെന്ന്? പറഞ്ഞാൽ നിനക്കെന്താ അനുസരിക്കാൻ പറ്റില്ലെന്ന് ചോദിക്കാം. അല്ല അത് പിന്നെ ആന്റി, ഞാൻ വേണ്ട, കൂടുതൽ വിസ്തീർണമൊന്നും വേണ്ടെന്ന് പറയണം. നിന്നോട് ചെയ്യല്ലെന്ന് പറയുന്ന കാര്യം നീ ചെയ്യുമല്ലേന്ന് ചോദിക്കാം. അയ്യോ ആന്റി, അത് പിന്നെ ഞാൻ ഇറങ്ങാൻ പറയാണ്. അങ്ങനെ മുറിയിൽ നിന്നിറങ്ങി പെട്ടെന്ന് തന്നെ രേവതിക്കുട്ടി കഥക്ക് പൂട്ടുവാണ്. ഈ സമയം ഗ്രേസമ്മ ഭയങ്കര സങ്കടത്തോട് കൂടിയിട്ട് അങ്ങോട്ട് പോവാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും രേവതിക്കുട്ടിക്ക് ഭയങ്കര വിഷമം. രേവതിക്കുട്ടി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഹാളിലെ സെറ്റിയിൽ ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗ്രേസമ്മ ഇരിക്കുകയാണ്. ഈ സമയത്ത് രേവതിക്കുട്ടി വന്നിട്ട് പറഞ്ഞു, സോറി ആന്റി എന്ന് പറയണം. ഒന്നും മിണ്ടിയില്ല ഗ്രേസമ്മേന്. ആന്റി സോറി, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു പറയണം. ഞാൻ ആ മുറി, നീ എന്തിനാ മുറിക്കകത്ത് കയറിയെന്ന് ചോദിക്കാം. അത് പിന്നെ മുറിയൊക്കെ പൊടി പിടിച്ച് കിടക്കുമായിരില്ലേ, തൂക്കാനും തുടയ്ക്കാനും ആയിട്ട് കയറിയതാ. ഞാൻ നിന്നോട് പറഞ്ഞായിരുന്നു ചോദിക്കും. ഇല്ല, പിന്നെന്തിനാ കയറിയെന്ന് ചോദിക്കും. അല്ല അത് പിന്നെ ഞാന്. ഗ്രേസമ്മയ്ക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഈ സമയത്ത് രേവതിക്കുട്ടി എന്ത് ചെയ്തു, ഗ്രേസമ്മയുടെ കയ്യിലേക്ക് പിടിച്ചു. സോറി ആന്റി, ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല എന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗ്രേസമ്മ സാരമില്ല പോട്ടെ എന്ന് പറയണം. എന്റെ മോൻ മരിച്ചിട്ട് 4 വർഷമായി, ഇതുവരെയായിട്ടും ആ മുറി തുറന്നിട്ടില്ല എന്ന് പറയണം. എനിക്ക് അത്രമാത്രം വേദനയുണ്ട്, അവനെക്കുറിച്ചുള്ള ഓർമ്മകൾ ആ മുറി നിറയെന്ന് പറയണം. അല്ല, ഞാൻ ആ മുറിക്കകത്തൊരു പെൺകുട്ടിയുടെ ഫോട്ടോ കണ്ടായിരുന്നല്ലോ, അതോ? അതവൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയായിരുന്നു. അവളുമായിട്ട് അവന്റെ കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഇഷ്ടമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ 2 വീട്ടുകാരെ സമ്മതിച്ച് അതങ്ങനെ കൂടെ ഉറപ്പിച്ചു. കല്യാണമൊക്കെ ഉറപ്പിച്ചതിന് ശേഷമാണ് അവൻ ഈ ആക്സിഡന്റ് സംഭവിക്കണമെന്ന് പറയാണ്. ആ സമയം രേവതിക്കുട്ടി ചോദിച്ചു, അല്ല ആ പെൺകുട്ടിയുടെ കല്യാണം വേറെ കഴിഞ്ഞു കാണുമെന്ന് ചോദിക്കും. അതൊന്നും അറിയില്ല എന്ന് പറയണം. എന്നാലും ആന്റി അന്വേഷിച്ചില്ലെന്ന് ചോദിക്കാം. ഞാൻ അതിനെക്കുറിച്ചൊന്നും അന്വേഷിച്ചില്ല എന്ന് പറയണം. രേവതിക്കുട്ടി പിന്നീട് ഗ്രേസമ്മയെ ചേർത്ത് പിടിക്കുകയാണ്. കാരണം ഗ്രേസമ്മയുടെ മനസ്സിലെ വേദന എന്താന്ന് രേവതിക്കുട്ടിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കടപ്പാട്ടൊരു വീട്ടിലേക്ക് ഒരു സ്ത്രീയും ഒരു പെങ്കൊച്ചൂടെ വരുവാണ്. അങ്ങനെ അവരകത്തേക്ക് കയറി വന്നു. അവിടെയൊക്കെ ചുറ്റും നോക്കി, ആരെയും കണ്ടില്ല. പിന്നീട് ആ സ്ത്രീ പോയി കോളിംഗ് ബെല്ല് അമർത്തുവാണ്. അപ്പോഴേക്കും വൈജയന്തിയാണ് വന്ന് കഥ തുറന്നത്. അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വൈജയന്തി ചോദിച്ചു, എന്താ സഹായം ചോദിച്ചു വല്ലതും വന്നാണോന്ന് ചോദിക്കാം. അതൊന്നും അല്ലാന്ന് പറയണേ. പിന്നെയോ? അല്ല ഇവിടുത്തെ ആ പെങ്കൊച്ചുണ്ടല്ലോ, അതിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാ വന്നാന്ന് പറയണേ. പെങ്കൊച്ചോ? ഒന്നും മനസ്സിലായില്ല. അല്ല എന്താ കാര്യം ചോദിക്കുകയാണ് വൈജയന്തി ഇറങ്ങി വന്നിട്ട്. അത് പിന്നെ എന്റെ പേര് വിജയമ്മ, ഇതെന്റെ മോള് മൈന എന്ന് പറയാം. കാര്യം പറഞ്ഞില്ല, ഇവൾക്ക് കുറച്ചു ദിവസം മുമ്പ് ഒരു അപ്പൻഡിക്സിന്റെ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ മോളെ എനിക്ക് പൈസ തന്ന് സഹായിച്ചെന്ന് പറയണം. ഇവിടുത്തെ മോളോ? അതെ, മാഡത്തിന്റെ മോളെ എനിക്ക് പൈസ തന്ന് സഹായിച്ചേ. അത് തന്ന് സഹായിച്ചുകൊണ്ട് എന്റെ മോളുടെ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നു. അല്ല എത്ര രൂപ തന്നെന്ന് ചോദിക്കണം. 3000 രൂപ.
3000 രൂപയോ? അതെ, 3000 രൂപ തന്ന് സഹായിച്ചു. അതുകൊണ്ട് എൻ്റെ മോൾക്ക് ഇപ്പോൾ ഒരു കുഴപ്പമില്ല എന്ന് പറയണം. ഒപ്പം ഒരു നന്ദി വാക്ക് പറയാൻ വേണ്ടി വന്ന മോളെ കൊണ്ട് ഒരു നന്ദിയെങ്കിലും ഞാൻ പറയിക്കണ്ടെന്ന് ചോദിക്കണം. ആ സമയത്ത് വൈജയന്തിക്ക് തോന്നി അത് അലീന ആയിരിക്കുന്നു. പെട്ടെന്ന് അല്ല അലീനയെ വിളിക്കുകയാണ്. അലീനയെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അലീന എന്താ മാടെന്ന് ചോദിച്ച് അങ്ങോട്ടേക്ക് വരുവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവിടെ അവർ നിൽക്കുന്നുണ്ട്. അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അലീനയ്ക്ക് സന്തോഷമായി. കാരണം അതിന് മുമ്പ് അമ്മേനെ കണ്ടതായിരുന്നല്ലോ. ചേച്ചിയോ? അപ്പോഴത്തേനും വിജയൻ പറഞ്ഞു ഇതെന്റെ മോള് മൈനാന്ന് പറയണം. ആഹാ, മോൾക്ക് എങ്ങനെയുണ്ട്, സുഖമായെന്ന് ചോദിക്കുകയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിജയൻ പറഞ്ഞു ഇപ്പൊ കുഴപ്പമൊന്നുമില്ലാന്ന് പറയണം. പെട്ടെന്ന് വൈജയന്തി ചോദിച്ചു നിനക്ക് ഇവരെ അറിയാവെന്ന് ചോദിക്കണം. ഈ സമയത്ത് അലീന പറഞ്ഞു ഇല്ല, ഇവിടെ വന്ന് കണ്ടാന്ന് പറയണം, ഒരു സഹായം ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്നു പറയണം. ഈ സമയം വിജയമേട് ചോദിച്ചു ഇവളെ അറിയാവോ? ഇല്ല, ആദ്യമായിട്ടാണ് ഞാൻ അന്ന് കാണുന്നതെന്ന് പറയണം. എന്താണെങ്കിൽ ഈ മോളുള്ളതുകൊണ്ടാ എൻ്റെ മോളുടെ അസുഖം പെട്ടെന്ന് ഭേദമായെന്ന് പറയണം. പിന്നീട് വൈജയന്തി അങ്ങോട്ടേക്ക് കയറിപ്പോയി. ഈ സമയത്ത് അലീന ചോദിച്ചു ഇപ്പം എങ്ങനെയുണ്ട് മോൾക്കെന്ന് ചോദിക്കാം. ഇപ്പൊ ഒരു കുഴപ്പമില്ല ആൻറ്റി എന്ന് പറയണം. പിന്നീട് മോള് തൻ്റെ കയ്യിലൊരു പേപ്പറിനകത്ത് പൊതിഞ്ഞു വെച്ചിരുന്ന കുറച്ച് മിഠായി എടുത്ത് അലീനയ്ക്ക് നേരെ നീട്ടുവാണ്. ഇതാ ചേച്ചി, എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടെന്ന് പറയണം. പിന്നീട് അലീന ചോദിച്ചു മോളെ എത്രയില്ല പഠിക്കുന്നത്? 4ാം ക്ലാസ്സിലാന്ന് പറയണം. അതെ, മിടുക്കിയായിട്ട് പഠിക്കണമെന്ന് പറഞ്ഞിട്ട് അതിനകത്ത് നീ മിഠായി എടുത്തു. പിന്നെ അമ്മയെ നോക്കണം കേട്ടോ എന്നൊക്കെ പറയണം. പിന്നീട് ഹോസ്പിറ്റലിൽ പോയി ഇനി എന്നാ പോകണ്ടേ അതിനെക്കുറിച്ചൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ തിരക്കിയിട്ടാണ് പിന്നീട് അലീന അവരെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നത്. അങ്ങനെ അവർ സന്തോഷത്തോടുകൂടി പോവാണ്. പിന്നീട് അലീന അകത്തേക്ക് കയറി വരുവാണ്. അകത്തേക്ക് കയറി വരണ സമയത്ത് ബാലേന്ദ്രനോട് വൈജയന്തി പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞു ബാലേന്ദ്ര ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. 3000 രൂപ അവളെടുത്ത് കൊടുത്തേ. അവൾക്ക് ഈ പൈസ എവിടുന്ന് വന്നു? ഇവിടുന്ന് അടിച്ചു മാറ്റുന്ന പൈസയാന്ന് തോന്നേ. ബാലേന്ദ്രൻ ചോദിക്കണമെന്ന് പറയാണ്. അപ്പോഴേക്കും അലീന അങ്ങോട്ടേക്ക് വന്നു. അലീന വന്ന് അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോഴത്തേനും ബാലേന്ദ്രൻ വിളിച്ചു അലീന അവിടെ ഒന്ന് നിൽക്കാൻ പറയണം. എന്താ സാർ, എന്താ കാര്യം ചോദിക്കാം. അല്ല ഇപ്പൊ ഒരു സ്ത്രീ ഇവിടെ വന്നല്ലോ, അവരുമായിട്ട് നിനക്ക് എന്താ പരിചയം ചോദിക്കും. എനിക്കങ്ങനെ പരിചയമൊന്നുമില്ല. പിന്നെയോ? അത് പിന്നെ മുമ്പ് ഇവിടെ സഹായം ചോദിച്ചു വന്നാന്ന് പറയും. അവരുടെ മോൾക്ക് അപ്പൻഡിക്സിന്റെ ഓപ്പറേഷൻ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട്. എന്നിട്ട് ഞാനൊരു 3000 രൂപ കൊടുത്താലെന്ന് പറയാം. 3000 രൂപയോ? അതെ. നിനക്ക് ഈ പൈസ എവിടെ നിന്ന് കിട്ടിയെന്ന് വൈജയന്തി ചോദിക്കാം. അത് പിന്നെ ഞാൻ വന്നപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു പറയാ. എന്നിട്ട് നീ എന്നോട് പറഞ്ഞ 1500 രൂപ നിന്റെ കയ്യിലുള്ളതെന്നാണല്ലോ പറഞ്ഞേ. അത് പിന്നെ ഈ പൈസ കൊടുത്തതിന് ശേഷം 1500 രൂപയെന്ന്. ഓഹോ. ഈ സമയത്ത് അലീനയോട് ചോദിച്ചു അല്ല ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ബാലേന്ദ്രൻ ചോദിക്കുക. അതെന്താ സാർ അങ്ങനെ പറഞ്ഞേ? നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ കൊടുക്കാനൊന്നും മടിക്കും. നീ ജോലി ചെയ്തുണ്ടാക്കുന്ന പൈസയല്ലേ, 1ഉം 2ഉം അല്ല 3000 രൂപ നീ എടുത്ത് കൊടുത്തേ. നീ എന്ത് ഉദ്ദേശത്തിലാണ് കൊടുത്തേന്ന് ചോദിക്കും. ഈ സമയം അലീന പറഞ്ഞു അതെ, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാണെങ്കിലും ആര് കൊടുത്തില്ലെങ്കിലും ഞാൻ കൊടുക്കൂന്ന് പറയണം. ഒരു നിമിഷം ബാലേന്ദ്രൻ അലീനയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. പിന്നീട് അലീന പറഞ്ഞു അതെന്റെ കയ്യിലിരുന്ന വെറും കടലാസ് പേപ്പറിന്റെ വില മാത്രമേ ഉള്ളൂ. പക്ഷേ എങ്കിൽ അത് അവരുടെ കയ്യിലെത്തിയപ്പം ആ കുഞ്ഞിന്റെ ജീവന്റെ വിലയുണ്ടായിരുന്നു. ആ കുഞ്ഞ് സന്തോഷത്തോടെ ഉണന്ന് ഒരു മിഠായി എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു എന്നും പറഞ്ഞ് അലീന കൈ അങ്ങോട്ട് നോർത്ത് കാണിക്കുകയാണ്. കണ്ടോ ഈ മിഠായിക്ക് എത്രമാത്രം വിലയുണ്ടെന്നറിയാവോ? ആ കുഞ്ഞിന്റെ സ്നേഹത്തിന്റെ വിലയത്. എനിക്ക് ആ കുഞ്ഞിന്റെ മുഖത്തെ പുഞ്ചിരി കണ്ടപ്പം അത് ഇപ്പൊ ലക്ഷക്കണക്കിന് രൂപയുടെ, ഒരുപക്ഷെ ഞാൻ 3000 ആയിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കാം, പക്ഷെ അതൊരു ലക്ഷക്കണക്കിന് രൂപയുടെ പ്രാധാന്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിയെന്ന് പറയണം. ബാലേന്ദ്രന്റെ വാക്കുകൾ പിന്നെ ഒന്നും പറയാല്ല, ഉത്തരം മുട്ടിപ്പോയ അവസ്ഥയായിരുന്നു ബാലേന്ദ്രന്റെ. ബാലേന്ദ്രന് മനസ്സിലായി അലീന എത്ര നല്ല പെൺകുട്ടിയാണ്. പിന്നീട് അലീന അങ്ങോട്ട് പോകുമ്പോഴത്തേനും ദേഷ്യപ്പെട്ട് വൈജയന്തി ബാലേന്ദ്രനെ നോക്കണം. ഇതങ്ങനെ ഞാൻ വെറുതെ വിടത്തില്ല, കാണിച്ചു കൊടുക്കുന്നുണ്ട് അവളെ. അവൾ എന്തൊക്കെയോ കള്ളത്തരം പറയുന്നുണ്ട്. ഇവിടുന്ന് അടിച്ചു മരുന്ന പൈസ മൊത്തം അവളിങ്ങനെ ദാനധർമ്മം ചെയ്തുകൊണ്ടിരിക്കുക. ആ സ്ത്രീയുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോന്ന് പോലും എനിക്ക് സംശയം ഉണ്ടെന്ന് പറയാണ്. ഈ സമയം ബാലേന്ദ്രൻ പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവരിങ്ങോട്ടേക്ക് നേരിട്ട് വരേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ, എല്ലാവരുടെ മുന്നിൽ കൂടെ വരത്തില്ലായിരുന്നല്ലോ എന്നൊക്കെ പറയാണ്. പിന്നീട് വൈജയന്തി ദേഷ്യപ്പെട്ട് നേരെ അലീനയുടെ മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ്. അപ്പം ഭവിത ഉണ്ടായിരുന്നു കൂടെ. പിന്നീട് അലീനയുടെ ഭാഗം എടുത്ത് പരിശോധിക്കാൻ തുടങ്ങി. ഈ സമയത്ത് മുത്തശ്ശി ചോദിച്ചു എന്താ വൈജയ ഇതെന്ന് ചോദിക്കുകയാണ്. വൈജയ ഒന്നും മൈൻഡ് ചെയ്തില്ല. പിന്നീട് അവിടെ എല്ലാം പരിശോധിക്കുകയാണ്. അവിടെ നോക്കിയിട്ടൊന്നും കിട്ടിയില്ല. അപ്പോഴാണ് ബ്രിജിത്താൻ വേണ്ടി ഒരു ഫോട്ടോ വെച്ചിരുന്നത്. ആ ഫോട്ടോയുടെ പുറകിൽ നിന്ന് കുറച്ച് പൈസ കിട്ടുവാണ്. അതെടുത്ത് കയ്യിലേക്ക് പിടിച്ചു. ആ സമയം മുത്തശ്ശി ബബിത വിളിച്ചു നീ എന്തിനാ ഈ ബാഗൊക്കെ പരിശോധിക്കണം എന്ന് ചോദിക്കുക. എന്റെ കാലിലേക്ക് ബാഗ് വെക്കാൻ അങ്ങോട്ട് മാറ്റി വെക്ക് വെച്ചേ, നീ ഇതെന്നാ കാണിക്കണമെന്നൊക്കെ ചോദിക്കുകയാണ്. പക്ഷെ ബബിത അതൊന്നും കേട്ടില്ല. ബബിത അതെല്ലാം പരിശോധിക്കുകയാണ്. അവസാനം അതിനകത്ത് നിന്ന് ആ ഗോൾഡ് റിങ് കിട്ടുവാണ്. അപ്പോഴേക്കാണ് അലീന അങ്ങോട്ടേക്ക് വരുന്നത്. ഈ സമയം ഗോൾഡ് റിങ് കൊണ്ടുപോയി കൊടുത്തിട്ട് വൈജയന്തി പറഞ്ഞു അമ്മ ഇത് കണ്ട സ്വർണ്ണമോതിരോ എന്ന് പറയണം. സ്വർണ്ണമോതിരോ? അലീന വിളിച്ചു സത്യം പറയടി ഇത് നിന്റെ ആണോന്ന് ചോദിക്കാം. എന്റെ അല്ല, പിന്നെ നിന്റെ ബാഗിനകത്ത് ഇത് എങ്ങനെ വന്നു?
എനിക്കറിയില്ല എന്ന് പറയണം. നീ ഈ പറയുന്നതിൽ എന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ എന്ന് പറയണം. അലീനയാണ് വല്ലാത്തൊരു ഞെട്ടലോടെ കൂടി ആകെപ്പാടെ അന്തം വിട്ടിന് നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.